പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈശോയുടെ തിരുമുറിവിന്റെ ധ്യാനങ്ങൾ എന്നുള്ളതാണ്. ഈശോയുടെ തിരുമുറിവുകളെ പറ്റി ധ്യാനിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടിരുന്നതായി വിശുദ്ധ ഫൗസ്റ്റീന സൂചിപ്പിക്കുന്നുണ്ട്. പീഡാനുഭവ ധ്യാനങ്ങളിൽ ഏറ്റവും ലളിതവും ധാരാളം കൃപ ലഭിക്കുന്നതുമായ ഒരു ധ്യാനമാണിത്. പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ താഴ്ന്ന അവസ്ഥയിൽ കഴിയുന്നവർക്കും ആത്മീയ മന്ദതയിലായിരിക്കുന്നവർക്കും ഈ ധ്യാനം വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ഈശോയുടെ ശരീരത്തിൽ മുറിവുകൾ രൂപപ്പെട്ടത് മുഖ്യമായും 4 അവസരങ്ങളിലാണ്. ഒന്നാമതായി ചവിട്ടിയടി. മാവിലായിലെ വിശുദ്ധ ത്രേസ്യായ്ക്ക് ഇഷ്ടപ്പെട്ട ധ്യാന വിഷയമായിരുന്നു ഇത്. ഈ ധ്യാനത്തെപ്പറ്റി വിശുദ്ധയുടെ ചിന്തകൾ ആത്മകഥയിൽ കാണുന്നത് ഇപ്രകാരമാണ്. കൽത്തൂണിൽ ബന്ധിച്ചിരിക്കുന്ന ഈശോയെ പറ്റിയുള്ള ധ്യാനത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. കുറച്ചു നേരം ഈശോ അനുഭവിച്ച വേദനയെപ്പറ്റി ധ്യാനിക്കുന്നത് നന്നായിരിക്കും. എന്തിന് അവിടുന്ന് സഹിച്ചു? എത്ര കണ്ട് സന്തോഷത്തോടെ സഹിച്ചുവെന്ന് ചിന്തിക്കണം. ഈ ആശയങ്ങൾ അന്വേഷിച്ച് ക്ഷീണിക്കേണ്ടതില്ല. ചിലപ്പോഴൊക്കെ മൗന മനസ്സോടെ നാം ഈശോയുടെ അടുക്കൽ നിൽക്കണം. കഴിയുമെങ്കിൽ നമ്മെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടുത്തെ നാം കാണണം. അകമ്പടി നിൽക്കണം. അവിടത്തോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം. അവിടുത്തെ തിരുമുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തണം. അങ്ങിൽ ആനന്ദം കണ്ടെത്തണം. ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരാൾ പ്രാരംഭകനാണെങ്കിൽ കൂടി വളരെയേറെ നന്മകൾ ഉളവാകും. എൻ്റെ ആത്മാവിന്റെ അനുഭവം അതാണ്. വിശുദ്ധ ആൻ കാതറിൻ എംറിച്ചിനും ഈശോ തൻ്റെ പീഡാനുഭവ രംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. വില്ലാളികൾ അവിടുത്തെ കൈകൾ തൂണിന് മുകളിലുള്ള വളയത്തിൽ ബന്ധിച്ചു. മൃഗീയമായ രീതിയിൽ 2 പേർ ആ പരിശുദ്ധനെ തലങ്ങും വിലങ്ങും അടിക്കുവാൻ തുടങ്ങി. സത്യദൈവവും സത്യമനുഷ്യനും ദൈവപുത്രനുമായ ഈശോ മർദ്ദനമേറ്റ് പുളഞ്ഞു. അവിടുന്ന് സഹിച്ച വേദന നിലവിളിയായി അന്തരീക്ഷത്തിൽ അലയടിച്ചു. കുപ്രസിദ്ധരും തന്റേടികളെന്ന് തോന്നിക്കുന്നവരുമായ കുറെ ചെറുപ്പക്കാർ പുതിയ ചാട്ടകൾ ഉണ്ടാക്കുന്നതും മറ്റു ചിലർ ശിഖരങ്ങൾ അന്വേഷിച്ച് പോകുന്നതും ഞാൻ കണ്ടു. 2 പേർ വീതം മാറി മാറി ഈശോയെ മൃഗീയമായി പ്രകരിച്ചുകൊണ്ടിരുന്നു. മുറിവുകൾ നിറഞ്ഞ ഈശോയുടെ ശരീരം ചുവന്ന് കരിവാളിച്ചു. രക്തം ഇറ്റിറ്റ് നിലത്ത് വീണുകൊണ്ടിരുന്നു. രോഷാകുലരായ ജനം അപ്പോഴും ആക്രോശിച്ചു കൊണ്ടിരുന്നു. മാറി വന്ന 2 പീഡകർ ഉഗ്രകോപത്തോടെ ഈശോയെ പ്രകരിച്ചു. മുള്ളുകൾ നിറഞ്ഞ കുടുക്കുകളും കീറലുകളുമുള്ള ഒരുതരം വടിയാണ് അവർ ഉപയോഗിച്ചത്. ആ പാവന ശരീരം അടിയേറ്റ് കീറി മുറിയുകയും ചെന്നിണത്താൽ ശരീരം നനയുകയും ചെയ്തു. വേദനയുടെ ഇടയിലും ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വീണ്ടും 2 പേർ കടന്നു വന്ന് പീഡനം ആരംഭിച്ചു. ഇവരുടെ ചവിട്ടുകൾ നേരിയ ഇരുമ്പു ചങ്ങലകൾ കൊണ്ടുള്ളതും മുറിവുണ്ടാക്കുന്നതും ഓരോ അടിക്കും മാംസം ചീന്തി പൊളിഞ്ഞ് ചോര വരത്തക്കവണ്ണം ഇരുമ്പ് കൊളുത്തുകൾ പിടിപ്പിച്ചവയും ആയിരുന്നു. അവിടുത്തെ മുഖത്തും ദേഹത്തും ഇടതടവില്ലാതെ അവർ അടിച്ചു. പ്രകരങ്ങളാൽ മാംസം കീറി മുറിഞ്ഞ് രക്തത്തിൽ കുതിർന്ന് ഈശോ പ്രജ്ഞയറ്റ് തറയിൽ പതിച്ചു. വളരെ പ്രയാസപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റു. ശരീരത്തിന്റെ ഭാരം താങ്ങുവാൻ കാലുകളുടെ ശക്തി നഷ്ടപ്പെട്ടിരുന്നു. വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കുന്നതിന് പോലും അനുവദിക്കാതെ മേലങ്കി കഴുത്തിൽ ചുറ്റി കാവൽപ്പുരയിലേക്ക് അവർ കൊണ്ടുപോയി. രണ്ടാമതായി മുൾമുടി ധാരണം. പീഡാനുഭവത്തിന്റെ ഈ രംഗവും കണ്ണീരൊഴുക്കാതെ നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കുകയില്ല. ഹൃദയസ്പർശിയായ മുൾമുടി ധാരണത്തെ പറ്റി വിശുദ്ധ എംറിച്ചിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇരിപ്പിടത്തിലേക്ക് ഈശോയെ വലിച്ചുകൊണ്ടുപോയി അതിന്മേൽ പിടിച്ചിരുത്തി.
മുള്ളുകളുള്ള 3 ശിഖരങ്ങൾ തമ്മിൽ മെടഞ്ഞാണ് മുൾമുടി ഉണ്ടാക്കിയത്. തലയിൽ തറഞ്ഞു കയറത്തക്ക വിധം മുള്ളുകൾ ഉള്ളിലേക്ക് വച്ചിരുന്നു. മെടഞ്ഞ ഭാഗം നെറ്റിയിൽ ഉറപ്പിച്ച ശേഷം ശേഷിച്ച ഭാഗം ശിരസിൽ പിന്നിൽ വടിഞ്ഞുകെട്ടി. നീളമുള്ള ഞാങ്ങണ കയ്യിൽ പിടിപ്പിച്ചു. ഒരു രാജാവിനെ വാഴിക്കുന്ന ഭാവം അഭിനയിച്ചാണ് അവർ ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം ഞാങ്ങണ പിടിച്ചു വാങ്ങി തലയ്ക്കടിച്ചു. രക്തം കണ്ണുകളിലേക്ക് ഒഴുകി വീണു. അവർ അവിടുത്തെ മുൻപിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പ്രഹരിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. ഈശോയെ പിടിച്ചിരുത്തിയ സ്റ്റൂൾ മറിച്ചിട്ട് അവിടുത്തെ തള്ളി താഴെയിട്ടു. ബലമായി വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും അതേ സ്ഥിതിയിൽ ഇരുത്തി. കഠിനമായ പീഡനം അരമണിക്കൂർ ദീർഘിച്ചു. മൂന്നാമതായി കുരിശിന്റെ വഴിയിലെ പീഡനങ്ങൾ. വിശുദ്ധ എമ്രിച്ച് കുരിശിന്റെ വഴിയിൽ ഈശോയ്ക്ക് നേരിട്ട സഹനങ്ങൾ, മർദ്ദനങ്ങൾ എന്നിവ വിവരിക്കുന്നുണ്ട്. നീണ്ട ഈ വിവരണം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: 12 മണിയായപ്പോൾ ഈശോ താൻ ക്രൂശിക്കപ്പെടേണ്ട സ്ഥാനത്ത് കുരിശോടുകൂടി വീണു. ദയ അല്പം കാണിക്കുന്നതിന് പകരം അവർ അവിടുത്തെ തറയിലേക്ക് തള്ളി വീഴ്ത്തി പരിഹാസപൂർവം ഇങ്ങനെ പറഞ്ഞു: ശക്തനായ രാജാവേ, നിനക്കുള്ള സിംഹാസനം ഇതാ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ഈശോ കുരിശിന് മീതെ കിടന്നു. അവർ അവിടുത്തെ ശരീരം അളന്ന് കൈകളും കാലുകളും കുരിശിൽ ചേർത്ത് തറയ്ക്കേണ്ട ഇടം അടയാളപ്പെടുത്തി. നാലാമതായി കുരിശിൽ തറയ്ക്കൽ. ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ആൻ കാതറിൻ എമ്രിച്ചിന് ഈശോ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: പടയാളികൾ ഒരുവൻ അവിടുത്തെ നെഞ്ചിൽ കാൽമുട്ട് അമർത്തി. മറ്റൊരാൾ കൈപിടിച്ച് നിവർത്തി വച്ചു. മൂന്നാമതൊരുവൻ കാലിരുമ്പാണി ഇരുമ്പ് ചുറ്റിക കൊണ്ട് ആഴത്തിൽ അടിച്ചു കയറ്റി. ഇരുമ്പാണികൾ ഓരോന്നും ചെറുവിരലോളം വണ്ണം ഉള്ളതായിരുന്നു. ഇടത്തുകരത്തിനു വേണ്ടി തയ്യാറാക്കിയ പഴുതിനു മീതെ കരമെത്തുന്നത് വരെ ശക്തിയായി വലിച്ചു. ഈശോ അനുഭവിച്ച വേദനയും സഹനവും ചിത്രീകരിക്കുവാൻ ആർക്ക് സാധിക്കും? അവിടുത്തെ നെഞ്ച് ഉയർന്നു, കാലുകൾ ചുരുങ്ങി. അവർ വീണ്ടും അവിടുത്തെ വശസ്സിൽ കാലൂന്നി ഉറപ്പിച്ചു. കൈകൾ ബന്ധിച്ചു. ഇടത്ത് കൈപ്പത്തിയിലേക്ക് രണ്ടാമത്തെ ആണി അടിച്ചു കയറ്റി. രക്തം പൊട്ടിച്ചിതറി ഒഴുകി. അവിടുത്തെ വലത്തുകാലിൽ ഒരു കയർ കെട്ടി. ശക്തിയായി വലിച്ച് കുരിശിനോട് ചേർത്ത് നന്നായി ബന്ധിച്ചു. പടയാളികൾ ഇപ്രകാരം പ്രവർത്തിച്ചപ്പോൾ ഈശോ അനുഭവിച്ച വേദന ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളും ഒരുമിച്ച് അനുഭവിക്കുന്ന നിമിഷങ്ങളായി കണ്ടു നിൽക്കുന്നവർക്ക് അനുഭവപ്പെട്ടു. വേദനയുടെ പാരമ്യത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് അവിടുന്ന് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാദങ്ങൾ രണ്ടും ഒരുമിച്ച് തറയ്ക്കത്തക്ക വിധം വയ്ക്കുക സാധ്യമല്ലാതെ ഇരുന്നതിനാൽ പ്രത്യേക ഉപകരണം കൊണ്ട് അവർ ഇരുപാദങ്ങളിലും ദ്വാരങ്ങൾ ഉണ്ടാക്കി. ഇടതുപാദം വലതിന് മുകളിൽ വച്ച് ബന്ധിച്ചു. പിന്നീട് നീളമുള്ള ഇരുമ്പാണി ഇരുപാദങ്ങളിലൂടെയും കടത്തി കുരിശിൽ അടിച്ചു കയറ്റി. അവിടുത്തെ ശരീരം വലിച്ച് നീട്ടിയിരുന്നു. ചുറ്റിക 36 തവണ ഉയർന്നു താഴുന്നത് ഞാൻ കണ്ടു. ഈ സമയം മുഴുവൻ ഈശോ സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്: നമ്മുടെ കർത്താവ് അതികഠിനമായ പീഡനങ്ങൾ സഹിച്ചാണ് നമ്മെ രക്ഷിച്ചത്. നമ്മെ പാപത്തിൽ നിന്നും അതുപോലെ രോഗങ്ങളിൽ നിന്നും എല്ലാം രക്ഷിച്ചത് കർത്താവിന്റെ ഈ പീഡാസഹനമാണ്. ചില വിഭാഗക്കാർ പറയുന്നത് കർത്താവ് ശരിക്ക് കുരിശിൽ മരിച്ചില്ല എന്നാണ്. അത് ഒരു അഭിനയം മാത്രമായിരുന്നു, വേദനയൊന്നും എടുത്തില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഇത് ഒരിക്കലും ഒരു ശരിയല്ല. നമ്മുടെ കർത്താവ് അതികഠിനമായ വേദന സഹിച്ചു തന്നെയാണ് കുരിശിൽ മരിച്ചത്.
അതുപോലെ ബാക്കിയുള്ള എല്ലാ പീഡനങ്ങളും അതിശക്തമായി ഏറ്റ് മനുഷ്യ ശരീരത്തില് ആ പീഡനങ്ങൾ മുഴുവൻ ഏറ്റ് കഠിനമായ വേദന കർത്താവ് സഹിച്ചാണ് നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കർത്താവിന്റെ തിരുമുറിവുകളെ പറ്റിയുള്ള ധ്യാനങ്ങള് നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും നമ്മൾ ഇത് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായും ഒരു വിശുദ്ധനും വിശുദ്ധയായി മാറും എന്ന് ഉറപ്പാണ്. കർത്താവിന്റെ തിരുമുറിവുകളെ പറ്റി ധ്യാനിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് വിശുദ്ധി കൂടി കൂടി വരും. അതുപോലെ തന്നെ പിശാചിന് വളരെ ഇഷ്ടപ്പെടാത്ത ഒരു ധ്യാന രീതിയാണ് ഇത്. അതുകൊണ്ട് പിശാചിന് ഇഷ്ടപ്പെടാത്ത ധ്യാന രീതി ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് കർത്താവ് കുരിശിൽ ഇത്രയും പാടുപീടുകൾ സഹിച്ച് മരിച്ചത് എന്ന് വലിയ വിലയുണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ കർത്താവ് ഇത്രയും സഹനങ്ങൾ സഹിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സഹനങ്ങളും കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ സഹനത്തിനും വലിയ വില ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ നമ്മൾ ചീത്ത പറഞ്ഞ് പ്രാഗി അതിന്റെ ഗുണം കളയാതെ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ആ സഹനത്തെ സ്വീകരിച്ച് കർത്താവിന്റെ കുരിശിന്റെ സഹനത്തോട് ചേർത്ത് നമുക്കതിനെ കാഴ്ചവെക്കാം. അപ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി കർത്താവ് അതെടുത്ത് നമ്മളെയും ദൈവം മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.